ആ വസ്ത്രത്തിന്റെ വിളിമ്പ് വരെയും താഴേക്ക് വരികയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, ആ അഹരോന്റെ തലയിലൊഴിക്കുന്ന അഭിഷേക തൈലം തന്റെ ശരീരത്തെ മുഴുവനും ആ അഭിഷേക തൈലത്തിന്റെ സുഗന്ധം കൊണ്ട്, അതിന്റെ പ്രത്യേകത കൊണ്ട് മുഴുവനായി ഒന്നാക്കി തീർക്കുകയാണ്. ആ ശരീരം മുഴുവനും തല മുതൽ ഉച്ചവരെയുള്ള ഭാഗം ഏകമായിരിക്കുന്ന നിലയിൽ എന്തോ ഒരു ഐകമത്യമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ അഹരോന്റെ ശരീരത്തിലുള്ള ആ അഭിഷേക തൈലം എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഉദാഹരണമാണെന്ന് നോക്കുക. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഇതുപോലെ മനോഹരമാണ്, ഇതുപോലെ ആസ്വാദ്യതരമാണ് കേട്ടോ അഹരോന്റെ തലയിലെ അഭിഷേക തൈലം. അടുത്തതായിട്ട് നാം കാണുന്ന കാര്യം ദൈവാലയത്തിന് പുറത്തുള്ള കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹർമ്മോന്യ മഞ്ഞ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ദൈവാലയത്തിലെ അഹരോന്റെ തലയിലൊഴിക്കുന്ന ആ അഭിഷേക തൈലം, അത് ചെയ്യുന്ന പ്രവൃത്തി അത് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം ദാവീദ് പറയുകയാണ്, ഇതാ ദൈവാലയത്തിന്റെ പുറത്തേക്കൊന്ന് നോക്കുക, അല്ലയോ ഇസ്രായേൽ ജാതിയെ, നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കുക. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന അമ്പരചുംബിയായിരിക്കുന്ന ആ ഹർമ്മോൻ പർവ്വതം, ആ ഹർമ്മോൻ പർവ്വതത്തിൽ നിന്ന് ഇതാ മഞ്ഞുകണങ്ങൾ താഴേക്ക് വരികയാണ്. ആ ഹർമ്മോൻ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ആ മഞ്ഞ് കണങ്ങളാണ് വാസ്തവത്തിൽ ആ പലസ്തീന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ സസ്യശ്യാമളമാക്കി തീർക്കുന്നത്. മനോഹരമായിരിക്കുന്ന പച്ച നിറത്തിലുള്ള സസ്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന സസ്യശ്യാമള കോമളമായിരിക്കുന്ന മനോഹാരിത കാണുവാൻ സാധിക്കുന്നത് ആ ഹർമ്മോന്റെ പർവ്വതത്തിൽ നിന്ന്, അതിന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മഞ്ഞുതുള്ളികളാണ്. ആ മഞ്ഞുതുള്ളികൾ എത്ര ആസ്വാദ്യതരമാണ്, അതെത്ര മനോഹരമാണ്. പ്രഭാതകാലത്തിൽ ആ മഞ്ഞിന്റെ മനോഹാരിത മഹാകവികൾ പോലും അതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ആ നിലയിലുള്ള മനോഹരമായിരിക്കുന്ന ആ കാര്യം. എന്നാൽ ഈ സമയത്ത് നാം ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഹർമ്മോന്യ മഞ്ഞ്, ആ ഹർമ്മോന്യ മഞ്ഞ് താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കിയാൽ ഹർമ്മോൻ പർവ്വതം കാണുവാൻ സാധിക്കും. അതിന്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇസ്രായേലിലെ ചില പ്രത്യേക ഗോത്രങ്ങളുടെ പേര്. ആ ഗോത്രങ്ങൾ ഓരോന്നും ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഹർമ്മോന്യ മഞ്ഞിന്റെ സുഗമമായിരിക്കുന്ന വരവിനെ തടസ്സപ്പെടുത്തുന്നവരാണ്. ആ മഞ്ഞ് നിർബാധം താഴേക്ക് വന്ന് ആ ഹർമ്മോന്യ മഞ്ഞ് പലസ്തീനെ മുഴുവനും പച്ചയുള്ളതാക്കി തീർക്കേണ്ടുന്നതാണ്. പക്ഷേ ചില ഗോത്രങ്ങൾ ഇതിന് തടസ്സം നിൽക്കുകയാണ്. ഏതൊക്കെയാണെന്നറിയാമോ? ആദ്യത്തെ ഗോത്രം ദാൻ ഗോത്രമാണ്. ദാൻ ഗോത്രത്തിന്റെ അർത്ഥമറിയാമോ? ദാൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ദാൻ, അതിന്റെ അർത്ഥം ജഡ്ജിങ്. മനസ്സിലായല്ലോ? ജഡ്ജിങ്, വിധിക്കുക, മറ്റുള്ളവരെ വിധിക്കുക. നമുക്കറിയാമല്ലോ, അത് വളരെ എളുപ്പമാണല്ലോ. കൂട്ടു സഹോദരനെ, കൂട്ടു സഹോദരിയെ, അവരുടെ പ്രവർത്തനത്തെ, അവരുടെ നല്ലതായാലും തീയതായാലും അവരുടെ പ്രവർത്തനത്തെ നാം അങ്ങ് വിധിച്ചു തള്ളുകയാണ്. ഇത് ഇങ്ങനെയുള്ള വിധി പറയുവാൻ എനിക്കും നിനക്ക് എന്തവകാശം? നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, മറ്റുള്ളവനെ നീ വിധിക്കരുത്, അവരെ വിധിക്കുവാൻ തക്കവണ്ണമുള്ള യാതൊരു കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, വിധികർത്താവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സർവജ്ഞാനിയായ കർത്താവ് അത് ശരിയായിരിക്കുന്ന നിലയിൽ വിധിച്ചുകൊള്ളും കേട്ടോ. ആ കർത്താവ് വിധികർത്താവാണ്. അവനത് ശരിയായിട്ട് ചെയ്യുവാൻ അറിയാവുന്നവനാണ്. മാത്രവുമല്ല, നാം എല്ലാവരും ഒരു ദിവസം ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ, ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വെച്ച് വെറുതെ ന്യായം വിധിക്കരുത്. മറ്റുള്ളവരുടെ പ്രവർത്തനത്തെ എന്തുവാവട്ടെ അതിനെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണമുള്ള അവകാശമില്ല. ആ ന്യായം വിധി കൊണ്ട് എന്താ സാധിക്കുന്നത്?
അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുകയാണ് കേട്ടോ. ദാൻ ഗോത്രം ഹെർമോന്യ മഞ്ഞിന്റെ വരവിനെ തടയുന്ന ഒരു ഗോത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഗോത്രം അവിടെയുണ്ട്. ആ ഗോത്രത്തിന്റെ പേരാണ് നപ്താലി ഗോത്രം. എന്താണ് നപ്താലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നപ്താലി ഗോത്രം, നപ്താലി എന്ന് പറഞ്ഞാൽ റസലി, ഗുസ്തിപിടുത്തമാണ്. ഈ നമുക്ക് കാണത്തില്ല നമ്മുടെ അസംബ്ലികളിൽ അന്യോന്യം റസലി. ഒരിക്കൽ ഞാൻ മദ്രാസിൽ ബൈബിൾ കോളേജ്, സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ റസലിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഹാവ് യു എവർ സീൻ റസലിംഗ്? ഉടനെ ഒരു കുട്ടി പറഞ്ഞു, യോ യെസ്, ഇൻ അവർ അസംബ്ലി എവറി വീക്ക്. അതേ ഉള്ളെന്ന് പറഞ്ഞു. എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ അസംബ്ലിയിൽ സാറേ ഈ റസലിംഗ് ആണ് ആദ്യം നടക്കുന്നത്. റസലിംഗ്, അന്യോന്യമുള്ള മുഷ്ടി യുദ്ധം. സഹോദരന്മാര് അന്യോന്യം മുഷ്ടിയുദ്ധം ചെയ്യുകയാണ്. ഹെർമോന്യമഞ്ഞിന്റെ സുഗമമായിരിക്കുന്ന വരവിനെ തടയുന്ന നപ്താലി ഗോത്രമേ, ഈ രീതിയിൽ ചെയ്യുന്നത് എത്രയോ തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സമയം വളരെയധികമില്ലല്ലോ, ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോകട്ടെ. അടുത്ത ഗോത്രത്തിന്റെ പേരാണ് സെബുലൂൻ. ഇത് ഞാനീ പറയുന്ന കാര്യം മുഴുവനും നിങ്ങൾ ആ ചിത്രത്തെ നോക്കിയാൽ ശരിക്ക് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. ഹെർമോൻ പർവ്വതം കഴിഞ്ഞതിന് ശേഷം അതിന്റെ തെക്കോട്ട് നോക്കുന്നുടനെ ഓരോ ഗോത്രം, ദാൻ ഗോത്രം, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇതാ ഇപ്പോൾ പറയുന്നത് സെബുലൂൻ ഗോത്രം. സെബുലൂൻ ഗോത്രം, അതിന്റെ അർത്ഥം ബിസി. സെബുലൂൻ എപ്പോഴും ബിസിയാ കേട്ടോ. നമ്മളതല്ലേ പറയുന്നത്, ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മീറ്റിങ്ങിന് പോണോ? ഓ വലിയ ബിസിയാ, ഇന്ന് വലിയ ബിസിയാ. ഓഫീസിൽ പോയാൽ, എവിടെ പോയാലും, എന്തിനാണെങ്കിലും ബിസി ബിസി ബിസി, എപ്പോഴും ബിസിയാണ്. ഹെർമോന്യ മഞ്ഞ് വരാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ നിനക്കെപ്പോഴും ബിസിയാണല്ലോ. നിന്റെ ഈ ബിസി കൊണ്ട് ഈ ഹെർമോന്യ മഞ്ഞ് വരുവാനും അതിന്റെ തണുപ്പ്, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനും നിനക്ക് സാധിക്കുന്നില്ല. കാരണം യു ആർ ഓൾവേസ് ബിസി. നീ ലോകപ്രകാരം ഭയങ്കരം ബിസിയാണ് കേട്ടോ. അതാണ് സെബുലൂൻ ഗോത്രം. ഇനി വേറൊരു ഗോത്രമുണ്ട്, ഇസാക്കാർ. ആ ഗോത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നോയിങ് മെൻ. ഞങ്ങൾക്കെല്ലാം അറിയാം. ഈ കൺവെൻഷനിലെ യോയൻ ഷമീർ സാറ് പറയുന്നതൊക്കെ ഞങ്ങൾ എത്രയോ കാലം മുമ്പ് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മനഃപ്പാടമാണെന്ന്. ഈ പ്രസംഗമൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതിലെ സത്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. വി നോ ദാറ്റ്. ഇതെല്ലാം ഞങ്ങൾക്കറിയാവുന്നതാണ്. ഈ അറിവിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ അനുഗ്രഹത്തിന് വിഘാതമായി നിൽക്കുന്ന വേറൊരു ഘടകമാണ്. ഇനിയും മറ്റൊരു കാര്യം, എഫ്രയീം ഗോത്രം. ഹെർമോന്യ മഞ്ഞ് അതിന്റെ വരവിനെ തടയുന്ന വേറൊരു ഗോത്രം, അതാണ് എഫ്രയീം ഗോത്രം. എഫ്രയീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാമോ? അതിന്റെ അർത്ഥം റൂളിംഗ്. ഞങ്ങൾക്ക് ഭരിക്കണം, ഭരണം. എന്തെല്ലാം വന്നാലും വേണ്ടിയില്ല, മൂപ്പം ഭരണം ഞങ്ങൾക്ക് ഇരിക്കണം. അത് ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണം. പ്രധാന മൂപ്പൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മൂപ്പൻ, അങ്ങനെയൊന്നും വേദപുസ്തകത്തിലൊന്നുമില്ല കേട്ടോ. ചീഫ് മൂപ്പനെന്നോ അസിസ്റ്റന്റ് മൂപ്പനെന്നോ ഒന്നും പദവിയൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എനിഹൗ, നമുക്ക് വേണ്ടിയത് എന്താണ്? വി നീഡ് റൂളിംഗ്. ഞങ്ങൾക്ക് ഭരിക്കണം, എന്ത് വന്നാലും വിടുകയില്ല. ഭരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാറാൻ പാടില്ല. മൂപ്പസ്ഥാനം മുഴുവനും ഞങ്ങൾക്ക് വേണം, അല്ലേ ഞങ്ങളുടെ പിള്ളേർക്ക് വേണം, അല്ലേ ഞങ്ങളുടെ അളിയന്മാർക്ക് വേണം. ഇങ്ങനെയുള്ള രീതി, അതാണ് എഫ്രയീം. ഏറ്റവും അവസാനത്തെ ഗോത്രം ബെഞ്ചമിൻ. ബെഞ്ചമിൻ, ആ ഗോത്രത്തിന്റെ അർത്ഥം ഡ്വെല്ലിംഗ് ബിറ്റ്വീൻ ദ ഷോൾഡേഴ്സ്. തോളുകളുടെ മധ്യത്തിൽ ഇരിക്കുക, ഒരു തടസ്സവുമില്ല. മറ്റുള്ളവരുടെ ആശ്രയത്തോടുള്ള ബന്ധത്തിൽ ആ തോളുകളുടെ മധ്യത്തിലിരിക്കുക.
മറ്റുള്ളവരെ ആശ്രയിക്കുക. ആ ആശ്രയഭാവം അതെത്ര ധന്യമാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഹർമ്മോന്യ മഞ്ഞിന് വരുവാനായിട്ടുള്ള യാതൊരു തടസ്സവുമില്ല. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബെഞ്ചമിൻ ഗോത്രം. നോക്കുക, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ദൈവാലയത്തിന് പുറത്തുള്ള ഹർമ്മോന്യ മഞ്ഞ്. അതേക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതൊക്കെയും വാസ്തവമായിരിക്കുന്ന നിലയിൽ ആ വാക്കുകളുടെ അർത്ഥത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ച് ഇതിനൊക്കെയും ഒരു പരിഹാരം വരുത്തി വാസ്തവമായിരിക്കുന്ന നിലയിലുള്ള ആ ഹർമ്മോന്യ മഞ്ഞ് നമ്മുടെ മധ്യത്തിൽ ധാരാളമായി പെയ്ത് ആത്മീയമായിരിക്കുന്ന പച്ച, അതിന്റെ പച്ചപ്പ് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഒടുവിലത്തെ വാക്യം അവിടെ നാം വായിക്കുന്നത്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നാം കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ശിഥിലമായി പോവുക എന്നുള്ളതല്ല. നാം ഒരുമിച്ച് വസിക്കുക, ഒരുമിച്ച് ജീവിക്കുക, സ്നേഹത്തോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവായ ദൈവത്തോടുള്ള സ്നേഹം, സഹോദര സ്നേഹം, ഇത് രണ്ടും അനുപൂരകങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തി സഭയായിട്ടും വ്യക്തികളായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മീയ വളർച്ച പ്രാപിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.